ഓണം സ്പെഷ്യലായിട്ട് 2 ദിവസം വെച്ചാലും സോഫ്റ്റ്നെസ് ഒട്ടും കുറയാതെ നല്ല നാടൻ രുചിയിൽ അതും അരിപ്പൊടി വെച്ചിട്ട് ഒരു അടിപൊളി ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുത്താലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നല്ല വറുത്ത അരിപ്പൊടി 1 കപ്പ് വേണം. പിന്നെ 1/2 കപ്പ് വീതം ഗോതമ്പ് പൊടിയും മൈദയും ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി വേറൊരു സോസ് പാനിൽ 300 ഗ്രാം ശർക്കര പൊടിച്ചെടുത്തതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു തിളച്ച ശർക്കര വെള്ളം ഇതിലേക്ക് അരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ നല്ല തിക്കായിട്ട് വരും. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു പഴം വേണം. പാളയംകോടൻ പഴമാണ് എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഞാൻ റോബസ്റ്റ് എടുത്തിട്ടുണ്ട്, അതായാലും മതി. അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ മാവ് കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും റോസ്റ്റ് ചെയ്തിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ചുട്ടെടുക്കാൻ നേരത്ത് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ കുഴിയിലും 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് ഈ ഒരു കളറാവുന്നവരെ നമുക്ക് ചുട്ടെടുക്കാം. നല്ല അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡി.